തനിക്കെതിരെ നിരന്തരമായി വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്ത യൂട്യൂബറെ നിയമത്തിന് മുന്നിലെത്തിച്ച് സോഷ്യൽ മീഡിയ താരവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ രേണു സുധി. ഗുരുതരമായ ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രേണുവിനെതിരെ വ്യാജ വാർത്തകൾ നിർമ്മിക്കുകയും അധിക്ഷേപകരമായ രീതിയിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുകയും ചെയ്ത യൂട്യൂബറെയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. യൂട്യൂബറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ രേണു തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചു. ആദ്യ അറസ്റ്റ് യൂട്യൂബറെ വീട്ടിലെത്തി തൂക്കി കേരള പോലീസ്. സല്യൂട്ട് കേരള പോലീസ് എന്നാണ് വീഡിയോ പങ്കുവച്ച് രേണു കുറിച്ചത്. രേണു സുധി വ്ളോഗുകളിലൂടെ പുറത്തുവിട്ട തന്റെ ക്യാൻസർ ചികിത്സയുടെ മെഡിക്കൽ ബില്ലുകൾ വ്യാജമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപിച്ച് നിരവധി യൂട്യൂബ് ചാനലുകളാണ് രംഗത്തെത്തിയത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോയ രേണു തന്നെ വേട്ടയാടിയവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയാണ് മറുപടി നൽകിയത്. നവമാധ്യമങ്ങളിലൂടെ ആരെയും എന്തും വിളിച്ചു പറയാമെന്നും വ്യക്തിഹത്യ നടത്താമെന്നും കരുതുന്നവർക്ക് ഈ അറസ്റ്റ് ഒരു വലിയ മുന്നറിയിപ്പാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന പ്രതികരണങ്ങൾ. തന്റെ രോഗാവസ്ഥയെപ്പോലും അപമാനിക്കുകയും കുഞ്ഞിന്റെ ഭാവി അപകടത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചിലർക്കെതിരെ നേരത്തെയും രേണു സുധി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. ഭർത്താവിന്റെ അകാല വിയോഗത്തിനു ശേഷം താൻ ഗുരുതരമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടതോടെ താൻ ഉടൻ മരണപ്പെടുമെന്ന് വിധിയെഴുതി കുഞ്ഞിന്റെ അവകാശം തട്ടിയെടുക്കാൻ ചിലർ ബോധപൂർവ്വം നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് രേണു വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടിയുടെ പൂർണ്ണമായ അവകാശവും സംരക്ഷണ ചുമതലയും തന്റെ മാതാപിതാക്കൾക്കും ചേച്ചിക്കുമായിരിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയുണ്ടായി. ക്യാൻസർ ചികിത്സയുടെ ഭാരിച്ച ചെലവുകൾ മുന്നിൽ കണ്ടാണ് താൻ യൂട്യൂബ് ചാനലുമായി മുന്നോട്ടു പോകുന്നത് എന്നും ഓരോ കീമോതെറാപ്പിക്കും ഏകദേശം 2 ലക്ഷം രൂപയോളം വില വരുന്ന മരുന്നുകൾ ആവശ്യമാണെന്നും രേണു പങ്കുവച്ചിരുന്നു. അസുഖത്തെ തുടർന്ന് താൻ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും ചികിത്സ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും പൊതുജനങ്ങളുടെയും പ്രേക്ഷകരുടെയും പിന്തുണ അത്യന്താപേക്ഷിതമാണെന്ന് രേണു തുറന്നു പറഞ്ഞു. അടുത്ത കീമോ വരുമ്പോൾ തന്റെ ശാരീരികാവസ്ഥ എന്താകുമെന്ന് അറിയില്ലെങ്കിലും പൂർണ്ണ ആരോഗ്യവതിയായി ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് താൻ തിരികെ വരുമെന്ന ഉറച്ച ആത്മവിശ്വാസവും രേണു സുധി തന്റെ വ്ളോഗിലൂടെ പങ്കുവച്ചു.